ഇനി അടുത്തതാണ് നമുക്ക് എസ്റ്റിമേഷൻ ഓഫ് ഇറേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. എസ്റ്റിമേഷൻ ഓഫ് ഇറേഴ്സ്. അപ്പോൾ എന്താണ് ഇറർ എന്ന് പറയുന്നത്? ഇറർ എന്ന് വെച്ചാൽ എന്താണ് എറർ എന്ന് വെച്ചാൽ എന്താണ്? എറർ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് വാല്യൂ ഉണ്ട്, നമ്മൾ മെഷർ ചെയ്യുന്ന വാല്യൂവും ആ ട്രൂ വാല്യൂവും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? എറർ എന്ന് വിളിക്കുന്നത്, അല്ലേ? എറർ എന്ന് വിളിക്കുന്നത് അതിനെയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മളൊരു സ്കെയിൽ എടുത്ത് മെഷർ ചെയ്തു, അല്ലെങ്കിൽ ഞാൻ ഈ പെണ്ണെടുത്ത് മെഷർ ചെയ്തു. അപ്പോൾ ആക്ച്വലി പെണ്ണിൻ്റെ ലെങ്ത് 50 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിച്ചു, 15 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ മെഷർ ചെയ്തപ്പോൾ ഐ ഗോട്ട് 50.2. ദെൻ ദ 0.2 ഈസ് ദ എറർ. ഓക്കെ, 0.2 ആണ് എന്ത്? എറർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ട്രൂ വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമുക്ക് ഈ ഒരു മെഷർമെൻറ്റിൻ്റെ ട്രൂ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുമോ? അത് അത്ര ഒരു ഈസി ആയിട്ടുള്ള ടാസ്ക് അല്ല, അല്ലേ? വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്, വളരെ പ്രിസൈസ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് കണ്ടുപിടിക്കാനായിട്ട് പറ്റൂ. അപ്പോൾ ഈ ട്രൂ വാല്യൂ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ട്രൂ വാല്യൂ ഈസ് നത്തിങ് ബട്ട് ദ ആവറേജ് വാല്യൂ ഓർ ദ മീൻ വാല്യൂ. അപ്പോൾ ട്രൂ വാല്യൂവിനെ നമ്മൾ എന്തെന്നാണ് വിളിക്കുന്നത്? ആവറേജ് വാല്യൂ അല്ലെങ്കിൽ മീൻ വാല്യൂ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ A mean is equal to A1 plus A2 plus A3 plus etc plus AN by N. നമുക്ക് ഇത് എടുക്കാം, സിഗ്മ AI by N. I is equal to 1 to N. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മീൻ വാല്യൂ എന്ന് വിളിക്കുന്നത്. അപ്പോൾ മീൻ വാല്യൂ നമ്മൾ എന്തെന്ന് വിളിക്കും? ട്രൂ വാല്യൂ എന്നും വിളിക്കും. ട്രൂ വാല്യൂ. ഓക്കെ, അതിനെന്തെന്ന് വിളിക്കുകയാണ്? നമുക്ക് ട്രൂ വാല്യൂ എന്നും വിളിക്കാം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് വാട്ട് ഈസ് അബ്സല്യൂട്ട് വാല്യൂ. ഓക്കെ, അബ്സല്യൂട്ട് എറർ എന്താണെന്ന് നോക്കാം. അബ്സല്യൂട്ട് വാല്യൂ അല്ല, സോറി, അബ്സല്യൂട്ട് എറർ. അബ്സല്യൂട്ട് എറർ എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അബ്സല്യൂട്ട് എറർ എന്താണെന്ന് ചോദിച്ചാൽ നമ്മളുടെ മീൻ വാല്യൂവും നമ്മുടെ മീൻ വാല്യൂ, അതായത് ട്രൂ വാല്യൂവും ഒബ്സർവ്ഡ് വാല്യൂവും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? അബ്സല്യൂട്ട് എറർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ മക്കളെ, ഇപ്പോൾ ട്രൂ വാല്യൂ എന്ന് പറയുന്നത് A മീൻ ആയിരിക്കും. ഓക്കെ, നമ്മളുടെ ഒബ്സർവ്ഡ് വാല്യൂസ് A1, A2, A3, A4 എക്സെട്ര ഇങ്ങനെ ആയിരിക്കും, അല്ലേ? അപ്പോൾ A മീൻ എന്തായിരിക്കും ഇവിടെ? A മീൻ മൈനസ് A1 ആയിരിക്കും എന്തെന്ന് പറയുന്നത്? ഡെൽറ്റ A1. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മോഡുലസാണ് നമ്മൾ എടുക്കുന്നത്. അതായത് വി ആർ ടേക്കിംഗ് ദ മാഗ്നിറ്റ്യൂഡ് ഉള്ളേ, ആ മാഗ്നിറ്റ്യൂഡ് മാത്രം നമ്മൾ എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മീൻ വാല്യൂ, അബ്സല്യൂട്ട് വാല്യൂ എന്ന് വിളിക്കുന്നത്, അല്ലേ? അപ്പോൾ മീൻ വാല്യൂ ആയിട്ടുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അബ്സല്യൂട്ട് എറർ എന്ന് വിളിക്കുന്നത്, അല്ലേ? അബ്സല്യൂട്ട് എറർ എന്ന് വിളിക്കുക. മീൻ വാല്യൂ ആയിട്ടുള്ള ഡിഫറൻസ് ഓഫ് ദ ഒബ്സർവ്ഡ് വാല്യൂ ഈസ് കോൾഡ് അബ്സല്യൂട്ട് എറർ. ഓക്കെ, അപ്പോൾ ഈ അബ്സല്യൂട്ട് എറർ കണ്ടുപിടിച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാടാ? മീൻ അബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കാൻ പറ്റും, അല്ലേ? മീൻ അബ്സല്യൂട്ട് എറർ, അതായത് ഈ അബ്സല്യൂട്ട് എററുകളുടെ മീൻ. ഓക്കെ, അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? മീൻ അബ്സല്യൂട്ട് എറർ എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഡെൽറ്റ A മീൻ ഇസ് ഈക്വൽ ടു സിഗ്മ I ഇസ് ഈക്വൽ ടു ഏത്? 1 to N, അല്ലേ? 1 to N ഡെൽറ്റ AI by N. അതിലൊരു മോഡുലസ് കൊടുക്കുക. ഓക്കെ, കാരണം വി ആർ ഓൺലി ടേക്കിംഗ് ദ മാഗ്നിറ്റ്യൂഡ്. Okay, this is called in the mean absolute error. Okay, this is called mean absolute error. ഓക്കെ ആണല്ലോ. ഇനി അടുത്തതാണ് നമുക്ക് പഠിക്കാനുള്ളത് റിലേറ്റീവ് എറർ. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. റിലേറ്റീവ് എറർ. റിലേറ്റീവ് എറർ എന്താണ്? റിലേറ്റീവ് എറർ എന്ന് വെച്ചാൽ ഡെൽറ്റ A മീൻ ബൈ A മീൻ. അബ്സല്യൂട്ട് എറർ ബൈ എന്ത്? മീൻ വാല്യൂ. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റിലേറ്റീവ് എറർ എന്ന് വിളിക്കുന്നത്. മനസ്സിലായല്ലോടാ? റിലേറ്റീവ് എറർ എന്താണ്? അബ്സല്യൂട്ട് വാല്യൂവിൻ്റെ മീൻ, അല്ലേ? സോറി, അബ്സല്യൂട്ട് എറർ, അല്ലേ? മീൻ അബ്സല്യൂട്ട് എററും ഡിവൈഡഡ് ബൈ എന്താണ്? മീൻ വാല്യൂ. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? റിലേറ്റീവ് എറർ എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോടാ. ഇനി അടുത്തത് പെർസെൻറ്റേജ് എറർ എന്ന് വെച്ചാൽ എന്താടാ? ഇതിനെ പെർസെൻറ്റേജിൽ റെപ്രസെൻറ്റ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഇൻറ്റു 100. ഓക്കെ, ദിസ് ഈസ് കോൾഡ് പെർസെൻറ്റേജ് എറർ. ഓക്കെ ആണോടാ? യെസ്. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, ഇത് വെച്ചുകൊണ്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാടാ. The measurements of a simple pendulum
in the successive, the period of a simple pendulum in successive form is സക്സസീവ് ആയിട്ടുള്ള ഫോമിൽ നമ്മുടെ വാല്യൂസ് എന്ന് വെച്ചാൽ ഇതാണ് 2.63, 2.5256 സെക്കൻഡ്സിലാണ്, എല്ലാം സെക്കൻഡ്സിലാണ്. അടുത്ത 2.42 സെക്കൻഡ്സ്, 2.71 സെക്കൻഡ്സ്, 2.80 സെക്കൻഡ്സ്. ഓക്കെ, കാൽക്കുലേറ്റ് absolute error, relative error, okay, calculate absolute error and relative error. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? അപ്പോൾ നമുക്ക് അബ്സല്യൂട്ട് എററും വേണം, റിലേറ്റീവ് എററും വേണം. അപ്പോൾ അബ്സല്യൂട്ട് എററിന് നമുക്ക് ആദ്യം എന്താ വേണ്ടടാ? മീൻ വാല്യൂ ആണ് നമുക്ക് വേണ്ടത്, അല്ലേ? മീൻ വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ മീൻ വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? മീൻ വാല്യൂ കണ്ടുപിടിക്കാൻ എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് ബൈ അതിൻ്റെ നമ്പർ, അല്ലേ? മീൻ വാല്യൂ എന്ന് വെച്ചാൽ എന്താണ്? ടോട്ടൽ സം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പറാണ് എന്തെന്ന് പറയുന്നതാ? മീൻ വാല്യൂ എന്ന് പറയുന്നത്, അല്ലേ? ടോട്ടൽ സം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ. അപ്പോൾ ഇവിടെ എന്ത് വരും? 2.63 പ്ലസ് 2.56 പ്ലസ് 2.42 പ്ലസ് 2.71 പ്ലസ് 2.80, അല്ലേ? ഹോൾ ഡിവൈഡഡ് ബൈ എത്ര വരോടാ? 5 എന്ന് വരും, അല്ലേ? ഇപ്പോൾ ഈ വാല്യൂ വരുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് 2.62 എന്നാണ് കേട്ടോ. 2.62 ഇതാണ് നമ്മളുടെ മീൻ വാല്യൂ. ഓക്കെ, ഇനി അബ്സല്യൂട്ട് വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അബ്സല്യൂട്ട് വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അബ്സല്യൂട്ട് വാല്യൂ ഈസ് നത്തിങ് ബട്ട് എന്താണ്? അബ്സല്യൂട്ട് വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമ്മുടെ മീൻ വാല്യൂവിൽ നിന്ന് ഒബ്സർവേഷൻ്റെ ഡിഫറൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നതാ? അബ്സല്യൂട്ട് വാല്യൂ എന്ന് വിളിക്കുന്നത്, അല്ലേ? അബ്സല്യൂട്ട് എറർ എന്ന് വിളിക്കുന്നത്, അല്ലേ? അപ്പോൾ അബ്സല്യൂട്ട് എറർ എങ്ങനെ കണ്ടുപിടിക്കാം? അബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കാൻ 2.62 നിന്ന് ഈ ഓരോ ഇൻഡിവിജ്വൽ വാല്യൂസും നമ്മൾ എന്ത് ചെയ്യുക? സബ്ട്രാക്ട് ചെയ്യുക, അല്ലേ? അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം ഡെൽറ്റ T1. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ഡെൽറ്റ T1 നോക്കാം, അല്ലേ? ഡെൽറ്റ T1 എന്തായിരിക്കും ഇവിടെ? 2.63 മൈനസ് 2.62 ഇൻ്റെ മോഡുലസ് വാല്യൂ, അല്ലേ? ഡെൽറ്റ T1 എത്ര വരും ഇവിടെ? 0.01 സെക്കൻഡ്സ്, അല്ലേ? അടുത്ത് എന്ത് വരും? ഡെൽറ്റ T2 അത് എത്രയൊക്കെയാണ് വരുന്നത്? 2.5256 മൈനസ് 2.62 എത്ര കിട്ടൂടാ? മോഡുലസ് 0.06 എന്ന് കിട്ടും, മൈനസ് അപ്പോൾ എന്താ വരും? 0.06 സെക്കൻഡ്സ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കുന്നത്, അല്ലേ? അബ്സല്യൂട്ട് എറർ ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. അടുത്ത് എന്താണ് നമുക്ക് വേണ്ടത്? ഡെൽറ്റ T2 T3, അല്ലേ? ഡെൽറ്റ T3 എങ്ങനെ കണ്ടുപിടിക്കാടാ? T3 എങ്ങനെ കണ്ടുപിടിക്കാം? മോഡുലസ് ഓഫ് എന്ത് വരും മക്കളെ? 2.42 മൈനസ് 2.62 എന്ത് വരുവാടാ? മോഡുലസ് ഓഫ് 0.02, അല്ലേ? വിച്ച് ഇസ് ഈക്വൽ ടു 0.20, സോറി 0.20 അല്ല 0.0, അല്ലേ? 0.2, ഇപ്പോൾ 0.20 സെക്കൻഡ്സ് എന്ന് വരും. അടുത്തത് ഡെൽറ്റ T4 എങ്ങനെ വരും മക്കളെ? മോഡുലസ് ഓഫ് 2.71 മൈനസ് 2.62 എത്ര വരുവാടാ? മോഡുലസ് ഓഫ് മൈനസ് 0.09 എന്ന് വരും. ഇപ്പോൾ 0.09 സെക്കൻഡ്സ്. ഓക്കെ, അടുത്ത ഡെൽറ്റ T5 ഇത് വരുവാടാ? മോഡുലസ് ഓഫ് 2.80 മൈനസ് 2.62 ഇപ്പം എന്ത് വരുവാടാ? മോഡുലസ് ഓഫ് എത്ര വരും മക്കളെ? ഇത് 0.18 ഇപ്പം എത്ര കിട്ടൂടാ? 0.18 സെക്കൻഡ്സ്. ഓക്കെ അല്ലേ?
അല്ലേ? അപ്പോൾ നമുക്ക് ഇത്രയും വാല്യൂ കിട്ടി. അപ്പോൾ ഇതെല്ലാമാണ് നമ്മുടെ എന്ത് പറയുന്നത്, അബ്സല്യൂട്ട് എറർ എന്ന് പറയുന്നത്. ഓക്കെ, അബ്സല്യൂട്ട് എറർ എന്ന് പറയുന്നത് ഇതാണ്. ഓരോ മെഷർമെൻറ്റിനും നമ്മുടെ ആവറേജ് വാല്യൂ അല്ലെങ്കിൽ നമ്മുടെ മീൻ വാല്യൂ അല്ലെങ്കിൽ നമ്മുടെ ട്രൂ വാല്യൂ ആയിട്ടുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, അബ്സല്യൂട്ട് എറർ എന്ന് വിളിക്കുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ അല്ലേ? ഇത്രയും സെറ്റ് അല്ലേ? അതെ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വരുന്നത് എന്താണ് മക്കളെ? ഇനി നമുക്ക് അടുത്ത വരുന്നതാണ് മീൻ അബ്സല്യൂട്ട് എറർ. ഓക്കെ, മീൻ അബ്സല്യൂട്ട് എറർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? മീൻ അബ്സല്യൂട്ട് എറർ എന്ന് പറയുന്നത് ഈ അബ്സല്യൂട്ട് എററുകളുടെ മീൻ എടുക്കുക അല്ലേ? അപ്പോൾ അതിനെയാണ് മീൻ അബ്സല്യൂട്ട് എറർ എന്ന് പറയുന്നത്. അതിന് ഡെൽറ്റ ടി മീൻ എന്ന് വിളിക്കാൻ അല്ലേ? അപ്പോൾ അതെന്ത് വരുവാടാ? 0.01 പ്ലസ് 0.06 പ്ലസ് 0.20 പ്ലസ് 0.09 പ്ലസ് 0.18 ഹോൾ ഡിവൈഡഡ് ബൈ 5. എത്ര കിട്ടൂടാ? 0.108 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 0.11 സെക്കൻഡ്. ഓക്കെ, 0.11 സെക്കൻഡ്. ഓക്കെ ആണല്ലോ? അപ്പോൾ 0.11 സെക്കൻഡാണ് അതിൻ്റെ എന്തെന്ന് പറയുന്നത്, മീൻ അബ്സല്യൂട്ട് എറർ എന്ന് പറയുന്നത് അല്ല? എന്താണ് മീൻ അബ്സല്യൂട്ട് എറർ? ഓക്കെ ആണല്ലോടാ? ഓക്കെ അല്ലേ? ഇനി മക്കളെ നമുക്ക് അടുത്തത് നോക്കാം. റിലേറ്റീവ് എറർ എന്താണ്? റിലേറ്റീവ് എറർ എന്തായിരുന്നു? ഡെൽറ്റ ടി മീൻ ഡിവൈഡഡ് ബൈ ടി മീൻ അല്ലേ? ഡെൽറ്റ ടി മീൻ ഡിവൈഡഡ് ബൈ ടി മീൻ. അപ്പോൾ ഡെൽറ്റ ടി മീൻ എത്രയായിരുന്നു? 0.11 ഡിവൈഡഡ് ബൈ ടി മീൻ എത്രയായിരുന്നു? 2.62 അല്ലേ? 2.62 ഇപ്പോൾ ചെയ്യുമ്പോൾ എത്ര വരും? 0.038 എന്ന് വരും. നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്യുമ്പോൾ എത്ര കിട്ടും മക്കളെ? 0.04. ദിസ് ഈസ് ദ റിലേറ്റീവ് എറർ. ഓക്കെ, അപ്പോൾ പെർസെൻറ്റേജ് എറർ എന്തായിരിക്കും ഇവിടെ? പെർസെൻറ്റേജ് എറർ ഇതിൻ്റെ കൂടെ എന്ത് ചെയ്താൽ മതി? റിലേറ്റീവ് എററിൻ്റെ കൂടെ 100 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതെന്തായി? പെർസെൻറ്റേജ് എററായി. അപ്പോൾ എത്ര വരും? 0.04 ഇൻറ്റു 100 ദാറ്റ് ഈസ് 4. ഓക്കെ, ഇത് 4%. അപ്പോൾ 4% ആണ് നമ്മുടെ എന്ത് വരുന്നത്? 4% ആണ് നമ്മുടെ പെർസെൻറ്റേജ് എറർ വരുന്നത്. മനസ്സിലായോ? ഇത്രയും സംശയമുണ്ടോ? ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളതെന്ന് വെച്ചാൽ